ഇപ്പം നമ്മൾ ഈ മലയാളികൾക്കും നമ്മുടെ ഈ വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തം അറിഞ്ഞ എല്ലാ മനുഷ്യരും കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, കൂട്ടുകാരുടെ കൂടെ പോകുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും ഇത് മറന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിസ്സഹായതരായിട്ടിരിക്കുമ്പം എല്ലാ മനുഷ്യരും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആരോട് പോയി പ്രാർത്ഥിക്കും? നമ്മൾ ദൈവമുണ്ടെന്ന് കണ്ട് ആരാധിക്കുന്ന അമ്പലവും പള്ളിയും എടുത്തുകൊണ്ട് പോയി. അപ്പം ആ ദൈവത്തിനെക്കാട്ടിലും വലുതാണ് അവിടുത്തെ ആ മലമുകളിൽ നിന്ന് വന്ന ചെളിയും വെള്ളവും കല്ലും, ഈ ഭൂമിയും ഈ പ്രകൃതിയും ആ മലയും ഈ ദൈവത്തെക്കാട്ടിലും എത്ര വലുതാണ്. കുടുങ്ങിക്കിടന്ന മനുഷ്യർ ഏത് ദൈവത്തെയാണ് വിളിച്ചേക്കുന്നതും വിളിച്ച ദൈവം ആരെങ്കിലും വന്ന് സഹായിച്ചിട്ടുണ്ടോ? ശിവനാകട്ടെ, ക്രിസ്തുവാകട്ടെ, അള്ളാഹട്ടെ, ആരെങ്കിലും ആകട്ടെ, ആരാ വന്ന് സഹായിച്ചേക്കുന്നത്? ആരാണ് ഫോൺ വിളിച്ച് ശിവൻ്റെയോ യേശുക്രിസ്തുവിൻ്റെയോ ഫോൺ വിളിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ വന്നു? ആരാ വന്നത്? മനുഷ്യരെ വിളിച്ചിട്ടല്ലേ ചോദിച്ചേക്കുന്നത് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന്. ഇവിടെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ പുരാണങ്ങളിലൊക്കെ കാണിച്ചേക്കുന്ന ഭദ്രകാളിക്ക് ഒരുപാട് കൈകൾ, മഹാവിഷ്ണു സ്വന്തം അവതാരത്തെ കാണിച്ചപ്പോഴത്തേക്കും 1000 കൈകൾ, 1000 തലകൾ. അവർക്കൊക്കെ ഈ കൈകൾ ഉണ്ടായിട്ടല്ല ഇതൊക്കെ കാണിച്ചേക്കുന്നത്. നേരെ മറിച്ച് അത് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും കൈ പൊക്കിക്കുക, ആ കൈ അവരുടെ ദേഹത്തുള്ള കൈയല്ല. ഇപ്പം ആ പ്രകൃതി ദുരന്തം നടന്ന് അവിടെ നിൽക്കുന്നവരുടെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇടതടവില്ലാതെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ എത്ര പേരുടെ കൈകളുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കൈകളാണ്. അവിടെ എത്ര പേര് ഇറങ്ങി ഊണും ഉറക്കവും ഇല്ലാതെ, ഭക്ഷണവും ഇല്ലാതെ ആരൊക്കെ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കൈയാണ്. ആ കൈകളെയാണ് ഈ കണ്ട പുരാണങ്ങളിൽ പറഞ്ഞേക്കുന്ന ഈ ഭദ്രകാളിക്കും മഹാവിഷ്ണുവിനും ശിവനും ഒക്കെ ഒരുപാട് കൈകൾ കാണിച്ചേക്കുന്ന മനുഷ്യ കൈകൾ തന്നെയാണ്, വേറെ ആരുടെയും കൈയല്ല. എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും കാലുകളില്ലാത്തത്? ഒരുപാട് കാലുകൾ കാണിക്കാത്ത ഭദ്രകാളിക്കും ശിവനും മഹാവിഷ്ണുവിനും ഒരുപാട് കാലുകളില്ല, ഒരുപാട് കൈയുണ്ട്, ഒരുപാട് തലകളുമുണ്ട്. കാലുകൊണ്ട് ഒരു ഗുണമേ ഉള്ളൂ, നടക്കുക, ചാടുക, ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പറഞ്ഞൊരു പ്രവൃത്തി മാത്രമേ കാലുകൊണ്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ തല കൊണ്ടും കൈകൾ കൊണ്ടും കണ്ണടച്ച് തുറന്നാൽ നമ്മൾ കാണുന്ന സകലതും, നമ്മൾ ഉപയോഗിക്കുന്ന സകലതും, വീടാകട്ടെ, ബെഡാകട്ടെ, വാച്ചാകട്ടെ, കുപ്പിയാകട്ടെ, പിന്നെ ഹോർലിക്സ് ആകട്ടെ, മൊബൈലാകട്ടെ, ടി വി ആകട്ടെ, ഫാനാകട്ടെ, കണ്ണ് തുറന്ന് നമ്മൾ കാണുന്ന സകല വസ്തുക്കളും ഉണ്ടാക്കിയേക്കുന്നത് തല കൊണ്ടും ബുദ്ധി കൈകൾ കൊണ്ടുപോവാം. കാല് നമ്മുടെ ശരീരത്തെ മുന്നോട്ട് നയിക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. ആ തലകൾ, ആ ദൈവത്തിൻ്റെ തലകൾ അവിടെ കിടന്ന് പ്രവർത്തിക്കുകയാണ്, കൈകൾ അവിടെ കിടന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിനകത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായരാണ് നമ്മൾ. നമുക്കും അത് നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക. ആരോട് പ്രാർത്ഥിക്കും? ആരോട് ചെന്നിട്ട് പറയും? ആര് കേൾക്കും? പ്രകൃതിയെ സംരക്ഷിക്കുക, ഇത് മാത്രമേ പറയാൻ പറ്റൂ. ഇത് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കൂ. പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിയെ ഹട്ട് ചെയ്താൽ തിരിച്ച് ഹട്ട് ചെയ്യും. നമ്മുടെ വരും തലമുറകൾക്ക് പ്രകൃതിയെ ഭംഗിയായിട്ട് കൊടുത്താൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ അവർ ജീവിക്കും. എങ്കിലും എനിക്കിപ്പോഴും ഒന്നേ പറയാൻ തോന്നുള്ളൂ, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പറയുമ്പോഴും എനിക്കറിയില്ല ദൈവം എവിടെയുണ്ട്, ഏതാ അങ്ങനെയൊക്കെ ഉണ്ടോ. പക്ഷെ നിസ്സഹായരായിരിക്കുന്ന സമയത്ത് നമുക്കത് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.